ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ സംസ്ഥാനത്തിലെത്തിയിരിക്കുകയാണ്, മധ്യപ്രദേശിലെത്തി. അപ്പൊ ഞങ്ങള് പുതിയ ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങൾ, പുതിയ കൃഷികൾ, പുതിയ പുതിയ വ്യത്യസ്തമായ ഫുഡുകൾ അതിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കൃഷി കണ്ട് നിർത്തിയതാണ്. ഇവിടെ മൊത്തത്തിൽ കൃഷി ഗ്രാമങ്ങളാണ്, ഇതെല്ലാം മൊത്തത്തിൽ കൃഷിയാണ്. അപ്പം എന്താണെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ കൃഷി ചെയ്യുന്നത് എന്താണ്. ഞങ്ങൾ ഇറങ്ങി നോക്കിയപ്പോൾ അത് വിളവായി വരുന്നേ ഉള്ളൂ, അതിന്റെ വിത്ത് ഇട്ടതേ ഉള്ളൂ. അപ്പൊ നമുക്ക് കുഴിച്ചു നോക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ ഓരോ കൃഷികളൊക്കെ കണ്ട് ഇങ്ങനെ ഞങ്ങളുടെ യാത്ര മുമ്പോട്ട് പോവുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ രാത്രിയോടുകൂടി UP-യിലെത്തി. അപ്പൊ ഇവിടെ ഒരു ധാബയിൽ നമ്മൾ കഴിക്കാൻ കരുതാണ്. ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സീറ്റിംഗ് കൂടാതെ ധാബയുടെ പുറത്ത് ഇങ്ങനെ കട്ടിൽ ഇട്ടേക്കും. അവത്തിലൊരു പലക, ഒരു കഷ്ണം ഇങ്ങനെ ഇട്ടിട്ട് അതിൽ വെച്ചാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ രാത്രി മൊത്തം വണ്ടി ഡ്രൈവ് ചെയ്യുമായിരുന്നു. ഡ്രൈവ് ചെയ്ത് നമ്മളിപ്പോൾ UP ഏകദേശം കഴിയാറായി. നമ്മൾ നേപ്പാളിനെ ലക്ഷ്യമാക്കിയാണ് യാത്ര. അതുകൊണ്ട് ഇനിയിപ്പോൾ ബീഹാർ ബോർഡറിലേക്ക് 100-200 കിലോമീറ്ററേ ഉള്ളൂ. ബീഹാർ കഴിഞ്ഞാൽ അടുത്ത നമുക്ക് നേപ്പാളാണ്. അപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് നേപ്പാൾ എത്തണം എന്നൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ യാത്ര തിരിച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഒരു ഹോട്ടൽ കിട്ടിയതാണ്. സുഹൃത്തുക്കളെ, നമുക്ക് രാവിലെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് ഭാഗ്യത്തിന് കിട്ടി. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രത്യേകിച്ച് UP-യിൽ, നമ്മൾ ഇന്ത്യ സംസ്ഥാനങ്ങൾ പലതും കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട് അനുഭവത്തിലാണ് പറയുന്നത്. പ്രത്യേകിച്ച് UP-യിൽ നമുക്ക് ധാബ ഒന്നും, നമുക്ക് നമ്മുടെ ടോയ്ലറ്റോ അല്ലെങ്കിൽ വാഷ്റൂമോ ഒന്നും നമുക്ക് ഹൈജീനിക്കായിട്ട് കിട്ടത്തേ ഇല്ല, പ്രത്യേകിച്ച് ഹൈവേകളിൽ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇച്ചിരി റേറ്റ് കൂടിയാലും നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ പ്രിഫർ ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് ഫ്രഷപ്പ് ആകണേലോ ഒന്ന് വാഷ്റൂമിലൊക്കെ പോകണേലോ ഒക്കെ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആവും. അപ്പം ഞങ്ങൾക്ക് ഈ യാത്രയിൽ കുറേ ഒരു 100 കിലോമീറ്ററോളം കവർ ചെയ്തതിന് ശേഷമാണ്, അയോധ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ അവിടെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചൊന്ന് ഫ്രഷപ്പ് ആയിക്കോട്ടെ. അവർ നല്ലൊരു വാഷ്റൂം നമുക്ക് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്നും ഫ്രഷപ്പായി. ഞാൻ ഫ്രഷായി, അവർ ഫ്രഷ് ആകുന്നേ ഉള്ളൂ. അപ്പം ഇച്ചിരി റേറ്റ് കമ്പാരിറ്റീവ്ലി മറ്റ് ധാബകളൊക്കെ അപേക്ഷിച്ച് ഇച്ചിരി അധികം റേറ്റ് കൂടുതലാണ് ഫുഡിനൊക്കെ. പക്ഷേ നമ്മൾ റൂം എടുക്കുന്നത് മെയിനായിട്ട് നമുക്ക് റൂം എടുത്താൽ നമ്മുടെ ടൈം ഒത്തിരി, നമ്മൾ എന്തായാലും റെസ്റ്റ് എടുക്കും. റൂമിൽ കയറി നമ്മൾ ജസ്റ്റ് ഒന്ന് കിടക്കട്ടെ ഓർത്ത് കഴിഞ്ഞാൽ സമയം പോകും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മാറി യാത്ര ചെയ്യുമ്പോൾ മാറി നമ്മൾ ഉറങ്ങിയൊക്കെ ഓടിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ ക്ഷീണമോ കാര്യങ്ങളൊന്നുമില്ല, ഉറക്കക്ഷീണമോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്രഷപ്പ് കിട്ടിയാൽ, ഒരു ചെറിയ സ്പേസ് കിട്ടിയാൽ നമുക്കൊന്ന് ഫ്രഷായി നമുക്ക് യാത്ര തുടരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇന്നിനി ബീഹാറിനെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഇവിടുന്ന് ബീഹാർ ബോർഡർ അടുത്താണ്, അവിടുന്ന് വേറൊരു സ്ഥലം ലക്ഷ്യമാക്കി പോവാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടി വന്ന വഴിക്ക് ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഡിസ്പ്ലേയിൽ കാണിച്ചു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി തുറന്നു നോക്കിയതാണ്. സത്യം പറഞ്ഞാൽ നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല, എങ്കിലും വെറുതെ ഒന്ന് തുറന്ന് നോക്കിയാൽ ഒരു സമാധാനം കിട്ടുമല്ലോ, അതിനുവേണ്ടി ഒന്ന് തുറന്ന് നോക്കിയതാണ്. ആ കൂട്ടത്തിൽ നമ്മൾ വാഷർ ഫ്ലൂയിഡും കൂളൻറ്റും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഇത്ര ഓടി ഡേ ആൻഡ് നൈറ്റ് കണ്ടിന്യൂസ് ഒരു 2-3 ദിവസം അടുപ്പിച്ച് ഓടിയതുകൊണ്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ യാത്രയിൽ നമുക്കൊരു വലിയ ഹൈവേയിൽ നിന്ന് ഇടയ്ക്കൊരു ഡൈവേർഷൻ വന്നു. അപ്പോൾ ആ ഡൈവേർഷൻ എടുത്തപ്പോൾ ഈ ഒരു കൊച്ചു റോഡാണ് കിട്ടിയത്. ഈ കൊച്ചു റോഡിൻ്റെ 2 സൈഡിലും ഒരു പ്രത്യേകതരം പുല്ല് ഇങ്ങനെ വളർന്ന് നിൽക്കുന്നു. അത് ഇങ്ങനെ പൂവൊക്കെ ഇട്ട് നിൽക്കുകയാണ്. വളരെ കിലോമീറ്ററുകളുണ്ട് ഈ റോഡ്, ഇതിങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ വളരെ മനോഹരമാണ്. അപ്പോൾ ഞങ്ങളിതൊന്ന് കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങി ഇതൊക്കെ ഒന്ന് തൊട്ട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇത് നമ്മുടെ ദേഹത്ത് കൊള്ളുമ്പോൾ നമുക്ക് ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് ചാടി വണ്ടിക്കകത്ത് കയറി. ഹായ് സുഹൃത്തുക്കളെ, നമ്മളിപ്പം ബീഹാറിലാണ്. ബീഹാർ നേപ്പാൾ ബോർഡറിൻ്റെ ഒരു 50 കിലോമീറ്റർ ഇപ്പുറത്താണ്. അപ്പോൾ നമ്മളിന്ന് നേപ്പാൾ ബോർഡറിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ നേപ്പാൾ കയറാനായിരുന്നു പ്ലാന്. പക്ഷേ ഈ റൂട്ട് നമ്മൾ ഈ ബീഹാർ ഈ ഹൈവേ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റോഡെല്ലാം വിജനമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡൗട്ട്, എന്താ ഇങ്ങനെ വണ്ടികളൊന്നും പോകാതെ ലോറികളൊക്കെ സൈഡിൽ പാർക്ക് ചെയ്യുന്നത്. ഞങ്ങളിവിടെ ഒരു പമ്പിൽ ഫ്യൂല് അടിക്കാൻ വന്നു കഴിഞ്ഞപ്പം നമ്മളിവിടെ ഉള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ റോഡ് അത്ര സേഫ് അല്ല, ഇവിടെ കള്ളന്മാരെയും മാവോയിസ്റ്റുകളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗണ്ണും കൊണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതോടെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു പേടി തോന്നി. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി ഒതുക്കി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഈ റൂട്ടിൽ ഒരുപാട് പിടിച്ചുപറിയും അല്ലെങ്കിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് റിസ്ക് എടുക്കുന്നില്ല, ഇവിടെ തന്നെ വണ്ടി ഒതുക്കി ഇന്നിവിടെ റെസ്റ്റ് എടുക്കാനാണ്. ഇവിടെ അടുത്ത് റൂംസൊക്കെ കുറവാണ്. അതുകൊണ്ട് ഈ പമ്പ് ഞങ്ങൾ നോക്കിയപ്പോൾ പമ്പ് തന്നെയാണ് സേഫ്. ഒരു ഗൺമാൻ ഉണ്ട് ഇവിടെ, അതുകൊണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇന്ന് സ്റ്റേ എടുക്കുകയാണ്. അതുപോലെ ഇലക്ഷൻ തുടങ്ങുന്നതുകൊണ്ട് വഴിനീളൊക്കെ ചെക്കിങ് ഉണ്ടായിരുന്നു. അത് വിശ്വസിച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഈ റോഡ് 2 സൈഡ് കാടാണ്, നമുക്ക് ഒട്ടും രാത്രി യാത്ര സേഫ് അല്ല. അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ സ്റ്റേ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ആ ഗൺമാനെ ഞാൻ കാണിച്ചു തരാം.
ഇദ്ദേഹമാണ് ഞാൻ സൂചിപ്പിച്ച ഗൺമാന്. ഇദ്ദേഹം രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇങ്ങനെ പമ്പിന് വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വാഹനങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഡീസൽ മോഷ്ടിക്കാൻ വേണ്ടി ആൾക്കാർ വന്ന കഥകളൊക്കെ പറയുണ്ടായി. അപ്പോൾ ഇവരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ, സാലറി എന്ന് പറഞ്ഞാൽ, അത് പകുതി സർക്കാരും പകുതി പമ്പിൻ്റെ കമ്പനിയുമാണ് കൊടുക്കുന്നത്. ഇവരൊക്കെ നേരത്തെ ഫോഴ്സിലൊക്കെ ഉള്ളവരാണ്, അവിടെ നിന്നൊക്കെ റിട്ടയർ ചെയ്തവരാണ്. അപ്പോൾ ഇവിടങ്ങളിലുള്ള എല്ലാ പമ്പുകളിലും ഇതുപോലെ ഒരു ഗൺമാന്മാരുണ്ട്. അത് എന്തായാലും നമുക്കൊരാശ്വാസമാണ്. അങ്ങനെ ഇന്നലെ രാത്രിയിലത്തെ പമ്പിലെ റെസ്റ്റിന് ശേഷം രാവിലെ തന്നെ നമ്മൾ യാത്ര ആരംഭിച്ചു. ഇത് നമ്മുടെ നേപ്പാളിനോട് ചേർന്നുള്ള ബീഹാറിലെ ഒരു ചെറിയ ടൗണിലെ കാഴ്ചയാണ്. രാവിലെ തന്നെ ഇവിടെ നല്ല തിരക്കാണ്. ഓരോ വാഹനങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇടയിലൂടെയൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ പെയിൻറ്റ് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം അവർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ വളരെ സാവധാനമാണ് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഈ ടൗണിനെ സംബന്ധിച്ച് ഇത് ഒട്ടും വൃത്തിയില്ലാത്ത ഒരു ടൗണാണിത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലത്തെ ഒരു സംസ്ഥാനമായിരുന്നില്ല ബീഹാർ. കാര്യം ഇവിടെ വൃത്തിയുടെ കാര്യത്തിലാണേലും മനുഷ്യരുടെ ഇടപെടുന്ന കാര്യത്തിലാണേലും ഇന്നലെ കണ്ടും കേട്ടും അറിഞ്ഞതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ബീഹാറിനോടൊരു ചെറിയ ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ട്. ഇത്രയും സംസ്ഥാനങ്ങൾ കണ്ടതിൽ എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു സംസ്ഥാനമായിട്ട് ബീഹാർ മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരുവിധം നമ്മൾ ഈ ടൗണിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് എസ്കേപ്പായി നമ്മളുടെ ഫസ്റ്റ് ഓൺ റോഡ് ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള നേപ്പാളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. ഇതാണ് അവിടുത്തെ എൻട്രൻസ് ഗേറ്റ്. അപ്പം ഇവിടെ ഈ എൻട്രൻസ് ഗേറ്റ് പാസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കസ്റ്റംസിൻ്റെ ആണെങ്കിലും ബാക്കി പ്രൊസീജിയർ ആണെങ്കിലും എല്ലാ പേപ്പർ ഭാഗങ്ങളൊക്കെ ചെയ്യാനുള്ള ഓഫീസ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്ത്യ നേപ്പാൾ ബോർഡറിലുള്ള നമ്മുടെ എൻട്രൻസ് ഗേറ്റ്. ഇതാണ്. നമുക്ക് പല എൻട്രൻസ് ഉണ്ട് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് കയറാൻ. നമ്മൾ കയറുന്ന ബീഹാറിൽ നിന്ന് കയറുന്ന എൻട്രൻസിലുള്ള ഗേറ്റ് ഇതാണ്. അപ്പോൾ നമുക്ക് നേപ്പാളിലോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്കി പേപ്പർ ഭാഗങ്ങളൊക്കെ ചെയ്യുന്ന ഓഫീസ് ഇതാണ്. അപ്പം ഇവിടെ നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ഡോക്യുമെൻസിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ആകെ വേണ്ടത് നമ്മൾ വാഹനത്തിലാണ്, നമ്മുടെ സ്വന്തം വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ഒറിജിനൽ RCയും മറ്റ് പേപ്പർ ഭാഗങ്ങളുമാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇവിടെ ഒരു ദിവസത്തേക്കിന് നമുക്കൊരു വാഹനത്തിന്, അത് ഓരോ വാഹനങ്ങൾക്കും പല രീതിയിലാണ് അതിൻ്റെ ഫീസ് വരുന്നത്. കാറ്, ജീപ്പ് സെഗ്മെൻറ്റ് വരുന്ന വാഹനമായതുകൊണ്ട് നമ്മുടെ വാഹനത്തിനും 600 രൂപയാണ് ഒരു ദിവസത്തേക്ക് ഫീസ് ഈടാക്കുന്നത്. അത് ഇന്ത്യൻ റുപ്പിയല്ല, നേപ്പാൾ റുപ്പീസിലാണ് അതിൻ്റെ ഫീസ് വാല്യൂ ഈടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ റുപ്പി, 1 റുപ്പി എന്ന് വെച്ചാൽ നേപ്പാളിൽ 1 രൂപ 60 പൈസയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ 4 ദിവസത്തേക്കിനുള്ള പെർമിറ്റാണ് നമുക്ക് അവിടെ നേപ്പാളിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പെർമിറ്റ് എടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എത്ര ദിവസം എത്ര സ്ഥലങ്ങൾ കാണണം, കവർ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് എത്ര ദിവസം അവിടെ കാണും എന്നൊരു തീരുമാനത്തിൽ വേണം നമ്മൾ പെർമിറ്റ് എടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പെർമിറ്റ് എടുത്തതിലും കൂടുതൽ ദിവസം നമ്മൾ അവിടെ നിൽക്കേണ്ടി വന്നാൽ നമുക്ക് അതിന് എക്സ്ട്രാ ഫീസും ഫൈനും ഒക്കെ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അത് പ്ലാൻ ചെയ്ത് എത്ര ദിവസത്തേക്കുള്ള പെർമിറ്റ് എന്ന് തീരുമാനിച്ച് വേണം പെർമിറ്റ് എടുക്കാൻ. അപ്പം ഈ പെർമിറ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ നമ്പറും ഒക്കെ വെച്ച് ബാർകോഡോട് കൂടിയ ഒരു സ്ലിപ്പ് നമുക്ക് തരും, ഒരു പേപ്പർ ഫയൽ നമുക്ക് തരും. ആ പേപ്പർ നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ കാണിച്ചെങ്കിൽ മാത്രമേ വാഹനം നമ്മളെ കടത്തിവിടത്തുള്ളൂ. അപ്പം ഇവിടെ ഓരോ വാഹനങ്ങൾ വന്ന് പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ചെക്ക് പോസ്റ്റ് കടന്നു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഗൈസ്, നമ്മളങ്ങനെ നേപ്പാൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഓൺ റോഡ് ഇന്റർനാഷണൽ ട്രിപ്പ് നമ്മൾ വിജയകരമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നേപ്പാൾ നമ്മൾ 3 ദിവസത്തെ പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്, 2 അല്ലെങ്കിൽ 3 ഡേയ്സ്. അപ്പോൾ നമ്മൾ നേപ്പാൾ രാജ്യത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുകയാണ്. വളരെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു നിമിഷം. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ട്രാവലിങ്ങിനും ബാക്കി 3 ദിവസം നമ്മൾ നേപ്പാൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു സിം എടുക്കാൻ വേണ്ടി, നമ്മുടെ നെറ്റ്വർക്ക് അവിടെ കിട്ടത്തില്ല, അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു സിം എടുക്കാൻ വേണ്ടി അവിടെ ചെന്ന്, അവിടെ എൻസെൽ എന്നാണ് പറയുന്നത്, അതിൻ്റെ ഒരു സിം നെറ്റ്വർക്ക് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 7 ദിവസത്തെ പാക്കേജിലുള്ളൊരു സിമ്മാണ് നമുക്ക് തരുന്നത്. നേപ്പാൾ മണി ഒരു 350 രൂപയാണ് അതിന് ചാർജ് ആകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സിം എടുത്തു. പിന്നെ നമ്മളൊരു കുറച്ച് പൈസ എക്സ്ചേഞ്ച് ചെയ്യണം. അങ്ങനെ സിമ്മൊക്കെ എടുത്ത് പൈസയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ
കാഠ്മണ്ഡുവിനെ ലക്ഷ്യമാക്കിയാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. അപ്പോൾ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ കാഠ്മണ്ഡു എത്താൻ ഇച്ചിരി ലേറ്റ് ആകുന്നതുകൊണ്ട് നമുക്കൊന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി നമ്മളൊരു റിവർ കിട്ടി. അപ്പോൾ നല്ല തെളിഞ്ഞ ഒരു റിവറായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറി ഫ്രഷ് ആകാമെന്ന് ഓർത്തു നമ്മളവിടെ ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ മണ്ടയ്ക്കൊരു തൂക്കുപാലമൊക്കെ ഉണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം, നല്ല തണുത്ത ശുദ്ധമായ വെള്ളം. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെയാണ് ഫ്രഷ് ആകുന്നത്. ഫ്രഷ് ആയിട്ടാണ് നമ്മുടെ അടുത്ത യാത്ര നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിൽ കൂടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പം കുറേ പേര് വന്ന് ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് ചെയ്യുകയും റീൽസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളും അത് നോക്കിക്കൊണ്ടൊക്കെ നിന്നു. അതിനുശേഷം ഞങ്ങളും പോയി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. വളരെ നീറ്റായിട്ട് മനോഹരമായിട്ടാണ് ഇവരിത് മാനേജ് ചെയ്തേക്കുന്നത്. അങ്ങനെ നല്ലൊരു കുളിയൊക്കെ കുളിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് വീണ്ടും ആരംഭിച്ചു. കാഠ്മണ്ഡുവിലാണ് നമ്മൾ അടുത്ത സ്റ്റേ റൂം ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ എത്താൻ ഇവിടെ നിന്നൊരു 4-5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ കാഠ്മണ്ഡു ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര. അപ്പം ഈ പ്രദേശത്തൂടെ കടന്നു പോയപ്പോൾ നമുക്ക് ഹിമാചൽ പ്രദേശിലൂടെ കടന്നു പോകുന്നൊരു ഫീലാണ്. കാര്യം ഒരു സൈഡിൽ വലിയ മലയും അതിൻ്റെ മറു സൈഡിൽ റിവർ ഒഴുകുന്നു. ഹിമാചൽ പ്രദേശിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറേ സ്ഥലങ്ങൾ നമുക്ക് ഇങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതേ സാദൃശ്യത്തോടു കൂടിയാണ് നമുക്ക് ഈ നേപ്പാളിലും നമുക്ക് തോന്നിയത്. നമ്മുടെ ഈ യാത്രയിൽ ഈ പ്രദേശത്ത് നമുക്ക് ഇന്ത്യൻ രജിസ്ട്രേഷനിലുള്ള കുറേ വാഹനങ്ങൾ, അതായത് ബീഹാർ, UP രജിസ്ട്രേഷനിലുള്ള കുറേ വാഹനങ്ങൾ നമുക്ക് കാണുവാൻ സാധിച്ചു ഈ ഒരു ഏരിയയിൽ. പക്ഷേ യാത്ര നമ്മൾ കുറേ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കും തോറും ഈ വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ബോർഡർ സൈഡ് ആയതുകൊണ്ടായിരിക്കും. മുൻപോട്ട് പോകും തോറും വാഹനങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മൾ ഇന്ത്യൻ റോഡുകളിലും നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത പല കമ്പനികളുടെ വാഹനങ്ങൾ നമുക്ക് നേപ്പാളിൽ കാണാൻ സാധിക്കും. അത് ചെറിയതും വലുതുമായ പല കമ്പനികളുടെ വാഹനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് മിക്കവാറും ചൈനീസ് നിർമ്മിത കമ്പനികളുടെ വാഹനങ്ങളാകാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ കാഠ്മണ്ഡുവിനെ ലക്ഷ്യമാക്കി നമ്മൾ വീണ്ടും മുൻപോട്ട് പോവുകയാണ്. ഇന്ന് നൈറ്റ് നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ അവിടെയാണ് റൂം എടുത്തിരിക്കുന്നത്. അപ്പം അടുത്ത ദിവസം കാഠ്മണ്ഡുവിലെയും നേപ്പാളിലെയും പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.